അമ്മേ, എന്നോടുള്ള ദേഷ്യം കാരണം ഓരോന്ന് സങ്കല്പിച്ചു കൂട്ടി പറയമ്മ. ഞാനങ്ങനെ സങ്കല്പലോകത്ത് ജീവിക്കുന്ന ആളൊന്നുമല്ല. ആനന്ദേട്ടാ, അവളുടെ രാജ്യം സ്വീകരിച്ചേക്ക്. അഖിട തിരിച്ചു കൊടുക്കാം. ഇനി ഞാൻ സംസാരിക്കാം. ബാക്കി എല്ലാവരും പരസ്പരം കുറെ പറഞ്ഞതല്ലേ. രണ്ടുപേരുടെ രാജി ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും സേവനത്തിന് ചെയർമാൻ എന്ന നിലയിൽ ഞാൻ നന്ദി പറയുന്നു. നിർണായകമായ പല ഘട്ടങ്ങളിലും നിന്റെ തീരുമാനങ്ങൾ കമ്പനിയുടെ സൽപ്പേര് വീണുപോകാതെ നിലനിർത്തിയിട്ടുണ്ട്. എല്ലാത്തിനും നന്ദി. അച്ഛൻ ക്ഷമിക്കണം. മനസ്സുകൊണ്ട് അച്ഛൻ എന്നെ ശപിക്കരുത്. നീ എന്താ പറഞ്ഞ? ശപിക്കരുതെന്നു? നീ എന്റെ മകളാ. സ്വന്തം മകളെ അച്ഛൻ ശപിക്കുമോ? ഈ രാജി വേറെ, ബന്ധം വേറെ. അല്ല, ഓഫീസിൽ നിന്ന് മാറിയതുപോലെ ബന്ധത്തിൽ നിന്ന് മാറ്റി. ഇനി നീ എനിക്ക് മരുമകളല്ല. ഓഹോ, ശ്യാം ഇവിടുത്തെ മരുമകളല്ലെങ്കിൽ ഞാൻ മകനുമല്ല. ക്ഷമ അമ്മ. ആനന്ദേട്ടാ, അവൻ ഒന്നും പറയണ്ട. അന്ന് പറഞ്ഞത് നേരെ അരുന്ധതി. നമ്മളെല്ലാരും കൂടി ചേരുന്നതിലും ശക്തിയുണ്ടെന്ന് തോന്നുന്നു ആ അശ്വതി ഒറ്റയ്ക്ക് നിന്നപ്പോ. ആനന്ദ നിലയം ഇപ്പൊ ശോക നിലയമാ. അടിച്ച് പിരിഞ്ഞ് അലങ്കോലമായി. അഖിയും ശ്യാമയും കമ്പനിയിലെ സ്ഥാനങ്ങൾ ഉപേക്ഷിച്ചെന്ന് രാജിക്കത്ത് എഴുതി കൊടുത്തപ്പോ എനിക്കുണ്ടായൊരു ത്രില്ലേ. അഖിലിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഫണ്ടോ ഷെയറോ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ കമ്പനിയുടെ ലാഭവിഹിതമോ മറ്റോ? ഒന്നുമില്ല അങ്കിളെ. അവരുണ്ടായിരുന്ന സകല അവകാശവും, അതായത് ഒരു മുട്ടുസൂചി ഉണ്ടെങ്കിൽ അതുൾപ്പെടെ ഇപ്പൊ വിട്ടുകൊടുത്തിരിക്കുക. അവൻ വലിയ ഔദാര്യക്കാരനും ഹരിശ്ചന്ദ്രനൊക്കെ ആയതുകൊണ്ട് അവനായിട്ട് അക്കൗണ്ടും തുടങ്ങിയിട്ടില്ല. അവളുടെ കാര്യം അങ്ങനെ തന്നെയാ. ചുരുക്കത്തിൽ മുകളിൽ ആകാശവും താഴെ ഭൂമിയും അല്ലേ? മുകളില് ആകാശമുണ്ട്, പക്ഷേ താഴെ ഭൂമിയില്ല. അവിടുത്തെ ഭൂമിയിലും അവന് അവകാശമില്ല. അശ്വതി എന്ന ഒരു പെണ്ണിന്റെ വിഷയത്തിൽ കാര്യങ്ങൾ ഇത്രയ്ക്ക് വഷളായിട്ടും അമൃത റിയാക്ട് ചെയ്യാത്ത എന്താ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. മുമ്പ് അമൃതയെടുത്തി ആദ്യേട്ടനും കുറച്ച് പിണങ്ങിയിരുന്നു. പക്ഷേ ഇപ്പൊ അവര് തമ്മില് അങ്ങനൊരു അകൽച്ചയില്ല. മാത്രമല്ല, മനസ്സുകൊണ്ട് അമൃതയെടുത്തി ശ്യാമയ്ക്കൊപ്പോ. കാര്യങ്ങൾ ഇത്രത്തോളം ആയത് കാരണം ഒരു തുറന്ന സപ്പോർട്ടില്ലെന്നേ ഉള്ളൂ. അരുണിന്റെ സ്റ്റാൻഡ് എന്താ? അരുൺ കട്ടയുടക്കി തന്നെയാ. ആദ്യേട്ടൻ ഒരു പെണ്ണുമായിട്ട് അടുപ്പാണെന്ന് അറിഞ്ഞത് പിന്നെ അരുൺ വയലന്റ് ആയിരുന്നു. ഇപ്പോ ആദ്യേട്ടനും അരുണും തമ്മില് അത്യാവശ്യത്തിന് മാത്രമേ സംസാരിക്കാറുള്ളൂ. പറഞ്ഞില്ലേ, കുറെ മനുഷ്യർ താമസിക്കുന്ന ഒരു കെട്ടിടം. അതാണ് ഇപ്പൊ ആനന്ദ നിലയം, അല്ലാതെ ഒരു വീടല്ല അത്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവസാനം കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അല്ലല്ല, അത്രയും അല്ല നമ്മൾ ആഗ്രഹിച്ചത്.
അഖിലിനെയും ശ്യാമയെയും പിച്ചച്ചട്ടി എടുപ്പിച്ച് തെരുവിലിറക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എവിടെ നിന്നൊക്കെയാണോ അവർക്ക് വരുമാനം ലഭിക്കാൻ സാധ്യത അതൊക്കെ അങ്ങ് ബ്ലോക്ക് ചെയ്യണം. അതെ അങ്കിളെ, ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് തന്നെയാ. പട്ടിണി കിടക്കുമ്പോ അവളുടെ പാട്ടും കൂത്തും ഒക്കെ താനെ തീരും. ജഗൻ പറഞ്ഞതുപോലെ രണ്ടും കൂടി എത്രയും പെട്ടെന്ന് തെരുവിലേക്ക് ഇറങ്ങണം. ആ കാഴ്ച വേണം ഇനി അടുത്ത് നമുക്ക് കാണാൻ. അന്ന് നിങ്ങൾ പറഞ്ഞു അവളുടെ ശ്രീകൃഷ്ണൻ എന്തൊക്കെയോ ശക്തിയുണ്ടെന്ന്. ഞാനന്ന് തർക്കിച്ചു. ഇതൊക്കെ ചുമ്മാ പരസ്പരം കൂട്ടിച്ചേർത്ത് ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുന്നതാണെന്ന്. ഇപ്പൊ മനസ്സിലായല്ലോ ദൈവത്തിന് ശക്തിയൊന്നുമില്ലെന്ന്. ശക്തി നമുക്കാ. നമ്മുടെ ശക്തി എന്താണെന്ന് ഇനി ഓരോന്നോരോന്നായി അഖിലും ശ്യാമയും കാണാനിരിക്കുന്നതേ ഉള്ളൂ. കൃഷ്ണ, ഇനി നിന്റെ കയ്യിലാ ഞങ്ങളുടെ ജീവിതം. കമ്പനിയിലെ എല്ലാ അവകാശങ്ങളും ഞങ്ങൾ കൈയൊഴിഞ്ഞു. നീയാ ഇനി ഞങ്ങളുടെ ആശ്രയം. ഞങ്ങൾക്ക് എന്തൊക്കെ ദുഃഖങ്ങളുണ്ടായാലും സാരമില്ല. ഈ വീട്ടിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവല്ലേ. ഞാൻ കാരണമാണ് ഇവിടുത്തെ പ്രശ്നങ്ങളെന്നാ എല്ലാവരും പറയുന്നത്. സത്യം എന്താന്ന് നിനക്കറിയാലോ. ഓരോ പ്രശ്നങ്ങളും നേരിടാൻ അഖിൽ സാറിന് ശക്തി കൊടുക്കണേ. ആവശ്യത്തിനുള്ള ശക്തിയൊക്കെ എനിക്കിപ്പോഴും ഉണ്ടോ. എടോ, താൻ ഇങ്ങനെ ഈ പാവം കൃഷ്ണനെ എപ്പോഴും പ്രാർത്ഥിച്ച് ബുദ്ധിമുട്ടിക്കാതെ. ഓരോ പ്രശ്നവും നമ്മൾ എങ്ങനെയാ നേരിടാൻ പോകുന്നതെന്നാ അദ്ദേഹം നോക്കുന്ന. കാര്യങ്ങൾ നമുക്ക് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാം. അല്ലാതെ കരച്ചിലും പിഴിച്ചിലും ഒന്നും വേണ്ട. ശ്യാമേ, ഭക്ഷണം കഴിക്കാമോ? ആമാ, ബാക്കിയൊക്കെ ഭക്ഷണം കഴിച്ചു വന്നിട്ട്. എനിക്കെന്തോ വിശപ്പ് തോന്നില്ല സർ. വിശപ്പൊക്കെ ഞാൻ വരുത്തിത്തരാം. കൃഷ്ണ, കാര്യങ്ങളൊക്കെ നേരെയാക്കി തരണേ. അമ്പാ, രണ്ടെണ്ണം വയ്ക്കട്ടെ. അഖി, ശ്യാമേ, ദോശ മതി വാ ശ്യാമേ, മതി. ഇരിക്ക് ഇരിക്ക്. വൈരിക്കും. ഐശ്വര്യ, ഞാൻ നിനക്കൊരു ഉപദേശം തരട്ടെ. എന്താ അമ്മേ? നീ ആരോടെങ്കിലും ഒരു വാശി കാണിച്ചു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു വെല്ലുവിളി നടത്തിയെന്നിരിക്കട്ടെ, അത് ജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. വാശി വന്നാലേ ആ വാശിയില് ഉറച്ചു നിൽക്കണം. അതാണ് അന്തസ്. അല്ലാതെ വലിയ വീരവാദമൊക്കെ അടിച്ചിട്ട് വാലും ചുരുട്ടി വന്ന് ഔദാര്യം പറ്റുകയല്ല വേണ്ടത്. അമ്മേ, കുറച്ച് സാമ്പാർ എടുക്കട്ടെ. അത് തനിയെ എടുക്കാൻ എനിക്കറിയാം. പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോ തോന്നും 3 ചക്ക മുള്ളോടെ വിഴുങ്ങുമെന്ന്. ജോലി വേണ്ട, ഔദാര്യം വേണ്ട, അവകാശവും വേണ്ട. പക്ഷെ വയറിൽ കാറ്റടിക്കുമ്പോ ആഹാരം വേണം. കേട്ടോ ആദി, അരുണേ, ഈ കുടുംബത്തില് നമ്മൾ ഇതുവരെ ആഹാരത്തിന് കണക്ക് പറഞ്ഞിട്ടില്ല. വിശന്ന് വരുന്നവർക്ക് എന്നും ഇവിടെ ആഹാരം കൊടുത്തിട്ടേ ഉള്ളൂ. അമ്മയുടെ തറവാട്ട് വീട്ടിലൊക്കെ രാത്രി കൊട്ടിയമ്പലം അടയ്ക്കുന്നതിന് മുമ്പ്
അത്താഴ പഷ്ണിക്കാരുണ്ടോ അത്താഴ പഷ്ണിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കായിരുന്നു. ആഹാരം കഴിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് അന്നം കൊടുത്ത ശേഷമേ കഥ കടക്കൂ. ഇവിടെ ഇപ്പോ അതുപോലെയാണെന്ന് കരുതാം. ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ചിലർ വന്നിരുന്ന് ആഹാരം കഴിക്കുന്നു. അവരെ എന്തായാലും എഴുന്നേപ്പിച്ചു വിടില്ല, വിളമ്പി കൊടുക്കുകയേ ഉള്ളൂ. ദാ കഴിക്ക്. വേണ്ട. ചമ, എഴുന്നേക്ക. സർ, ഇത്രയും അവഹേളിച്ചിട്ട് നിനക്ക് മനസ്സിലായില്ലേ? എഴുന്നേക്ക. അത്താഴ പഷ്ണിക്കാർക്ക് വേണ്ടി ഇതെല്ലാം മാറ്റിവെക്കട്ടെ. എഴുന്നേക്ക. മോനെ അവിടെ ഇരിടാ. മോളെ അവിടെ ഇരിക്കും. ഇരിക്കവിടെ. ഇരുന്നേ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം. ശ്യാമേ ഇരിക്കെ. ഇരിക്കല്ലേ. അയ്യോ, നിങ്ങളൊക്കെ കൂടി പറയുന്ന കേട്ടാ ഞാനെന്തോ അപരാധം ചെയ്യുന്നത് പോലെ തോന്നുവല്ലോ. ഇങ്ങോട്ട് എന്തും ചെയ്യാം, ഇങ്ങോട്ട് തോൽപ്പിക്കാം. രാജിക്കത്തെഴുതി നിസ്സാരമായിട്ട് ജോലി വിട്ടുപോകാം. അതൊക്കെ ചെയ്യുമ്പോ അങ്ങോട്ട് പറയുന്നത് കൂടി കേൾക്കണം. മക്കളെക്കാൾ കൂടുതൽ ഓണം ഉണ്ടവരെ അമ്മമാര്. ഇങ്ങോട്ട് കാണിക്കുന്നതിന് മുതലും പലിശയും ചേർത്ത് അങ്ങോട്ട് കിട്ടും. അമ്മേ പ്ലീസ് അമ്മ ഒന്ന് മിണ്ടാതിരിക്കമ്മേ. അമ്മ എന്തിനാ അമൃതയെടുത്തി മിണ്ടാതിരിക്കുന്നേ? പാവം അമ്മ. അമ്മയുടെ വേദന നമ്മൾ മനസ്സിലാക്കണം. ഇവൾ ഒരുത്തിയല്ലേ ഈ കാര്യങ്ങൾ ഈ അവസ്ഥയിൽ എത്തിച്ചത്. ദേ, ആദിയേട്ടനും അരുണും തമ്മിൽ നേരിട്ടൊന്ന് സംസാരിക്കുന്നുണ്ടോ? ഞാനും അമൃതയെടുത്തി സംസാരിക്കുന്നുണ്ടോ? കാരണം എന്താ? കാരണം നിങ്ങളാ. ഇവിടെ നടക്കുന്ന സകല കുഴപ്പങ്ങളുടെയും പിന്നില് നിങ്ങൾ ഒരേ ഒരാളാ. ഐശ്വര്യ, അഖി, വെറുതെ സംസാരിച്ച് തർക്കിച്ച് മറ്റു വിഷയങ്ങളിലേക്ക് പോണ്ട. ആഹാരം കാണാതെ കിടക്കല്ല ഞങ്ങള്. സംസ്കാരത്തിന്റെ ഒരു അംശമെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ആഹാരം കഴിക്കുന്നതിന് അധിക്ഷേപിക്കില്ല. വസുന്ധരയുടെയും ആനന്ദവർമ്മയുടെയും മോനാ ഞാൻ. അഭിമാനം സ്വന്തം അമ്മയുടെ മുമ്പിലാണെങ്കിലും അടിയറവ് വയ്ക്കില്ല. ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് ഇറക്കി വിടുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോകും. ഞാൻ നിന്നെ ഒരിക്കലും ഇറക്കി വിടില്ല. നിനക്ക് ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കാം. നിനക്ക് ആഹാരം കഴിക്കാന്ന് വെച്ചാ എന്റെ ഭാര്യയ്ക്ക് അത് പറ്റില്ല എന്നല്ലേ? ആ രീതിയിൽ അങ്ങ് തോൽപ്പിച്ച് കളയാന്ന് കരുതണ്ട. ഞങ്ങൾക്ക് ഇവിടുത്തെ ആഹാരം വേണ്ട. സർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഭക്ഷണത്തിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. സാർ ആഹാരം കഴിക്കുക. എനിക്കൊരു വിഷമമില്ല. ഞാൻ സത്യം പറയുന്നേ. ഒന്നാമത് വീടാകെ പുകഞ്ഞു നിൽക്കുക. ഇനി ഇതിന്റെ പേരിലൊരു ബഹളം വേണ്ട. ആഹാരത്തിന്റെ പേരില് തർക്കവും ബഹളവും എന്നൊക്കെ പുറത്തിറങ്ങിയ മോശം. അമ്മ, ഞാൻ കഴിക്കുന്നില്ല. സാർ ഇരിക്കുക. സാർ കഴിച്ചോ? നിന്നെ എഴുന്നേപ്പിച്ച് വിട്ടിട്ട് ഞാനിരുന്ന് ആഹാരം കഴിക്കണമെന്നോ? ഞങ്ങൾ രണ്ടുപേരും ഇനി മുതൽ ഈ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്നില്ല. ഞങ്ങൾക്ക് ആരുടെയും ഭിക്ഷ ആവശ്യമില്ല. പട്ടിണി ഇരുന്നാലും ആത്മാഭിമാനം പണയം വെക്കില്ല. അഖി, നീ ഇരിക്ക്. മോളെ ഇരിക്ക്. പ്രശ്നം ഉണ്ടാക്കണ്ട. ഏട്ടന്മാരെ സന്തോഷമായിട്ട് ഭക്ഷണം കഴിച്ചോ. ഞാൻ കാരണം നിങ്ങൾ വിഷമിക്കണ്ട. ശ്യാമ റൂമിൽ ചെന്നിരുന്നു. ഞാൻ പുറത്തുപോയി ഭക്ഷണം വാങ്ങിട്ട് വരാം.
ആഹാരം ഹോട്ടലിൽ നിന്നൊന്നും വാങ്ങണ്ട. എന്താ ആനന്ദ നിലയത്തിന് കുറച്ചിലാണോ? ഇളയ മകനും ഭാര്യയും ഹോട്ടലിൽ നിന്ന് വരുത്തി ആഹാരം കഴിക്കുന്നത് നാട്ടിൽ അറിയുന്നത്. മത്സരം മത്സരം തന്നെയാ. ഞാൻ തന്നെ ജയിക്കും. ശ്യാമ, ഞാൻ എന്താ വരുന്നു. സർ, ഞാനൊന്ന് പറയട്ടെ. മാറ്. ശ്യാമേ, എന്താ അമ്മ ഇത്? മര്യാദക്ക് ഇരുന്ന് കഴിക്കടാ. ആർക്കാ എന്താന്ന് വെച്ചാ ആഹാരം കഴിക്കാം. കാര്യങ്ങൾ കലങ്ങി തെളിയുന്നു. എന്തൊക്കെയാ മോളെ ഇവിടെ നടക്കുന്നത്? എനിക്കറിയില്ല എടുത്തി. എല്ലാം ഇന്നലത്തോടെ തീർന്നുവെന്നും സന്തോഷമായിട്ട് മുന്നോട്ട് പോവാന്നും ഞാൻ ആശിച്ചതാ. പക്ഷെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാ. ഒക്കെ ഐശ്വര്യയുടെ ചരട് വലികളാ. അതുമല്ല, കമ്പനിയുടെ ഷെയർ വാല്യൂ ഇടിയുന്നത് സാധാരണ സംഭവിക്കുന്നതാ. ഇവിടെ ഐശ്വര്യ അതിനെ അങ്ങ് വളർത്തി. ഏതായാലും നീ വാ. എന്തിനാ എടുത്തി? ഭക്ഷണം കഴിക്കാൻ. അമ്മ അങ്ങനെ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. നീ വാ മോളെ, ഞാൻ എടുത്തുതരാം ഭക്ഷണം. വേണ്ട എടുത്തി, ഇനി എന്തായാലും വേണ്ട. അഖിൽ സാർ വരട്ടെ. മോളെ, വാസ്തവത്തിൽ അഖിൽ സാർ അല്പം വാശി കാണിച്ചു. ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പുറത്തു പോണ്ടായിരുന്നു. ഞാൻ അഖിലിനെ ഒരിക്കലും കുറ്റം പറയില്ല. ഒരു നല്ല ഭർത്താവ് ചെയ്യേണ്ടതേ അഖിൽ ചെയ്തുള്ളൂ. അശ്വതി പ്രശ്നം വളർന്ന് ഇത്രയും വലുതാകുമെന്ന് ഞാൻ കരുതിയില്ല. സത്യത്തിൽ ഞാൻ ആ കാര്യത്തിൽ വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്നൊരു കുറ്റബോധം എനിക്കുണ്ട്. നിന്നെ ഒറ്റയ്ക്കാക്കി കളഞ്ഞു എന്നൊരു വിഷമവും എനിക്കുണ്ട്. അയ്യോ എടുത്തി, എടുത്തിക്ക് ഒരു വിഷമം തോന്നേണ്ട കാര്യമില്ല. എടുത്തിയുടെ പരിമിതികളൊക്കെ എനിക്കറിയാം. ആദ്യേട്ടനും അരുണേട്ടനും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവണ്ട. എടുത്തി മൗനമായിട്ട് നിന്നാ മതി. അമ്മയ്ക്ക് ഇത്രയും വാശി തോന്നുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മയുടെ പക മുഴുവൻ എന്നോടാ. ഞാൻ കാരണോ അഖിൽ സാറിനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന. ഏതായാലും നീ വാ മോളെ. അല്ലെങ്കിൽ വേണ്ട, നീ എന്റെ മുറിയിലേക്ക് വാ. ഭക്ഷണം ഞാൻ അവിടെ കൊണ്ടുവരാം. ഒന്നും വേണ്ട എടുത്തി. എടുത്തി സ്നേഹത്തോടെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ശ്യാമേ, അഖിൽ സാർ വരട്ടെ. എടുത്തി ചെല്ല ചെല്ല. അമ്മയെക്കുറിച്ച് എനിക്ക് ഇപ്പോഴാ അഭിമാനം വന്നത്. പറയേണ്ടത് മുഖത്ത് നോക്കി പറയാൻ അമ്മയ്ക്കൊരു ധൈര്യം വന്നല്ലോ. എന്തായാലും ശ്യാമയുടെ ബുദ്ധി സമ്മതിക്കണം. അഖിലിന് പറഞ്ഞ് ഇളക്കി വിട്ടിട്ട് അവള് അയ്യോ പാവമായിട്ട് പോകുന്നത് കണ്ടില്ലേ? അമ്മേ, അവൾ ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തതാ. ഡൈനിങ് ടേബിളിൽ ഒരു ബഹളം ഉണ്ടാക്കണമെന്നും അഖിയെ കൊണ്ട് അമ്മയെ വെല്ലുവിളിപ്പിക്കണമെന്നും അവള് തീരുമാനിച്ചു. അവളെ ഞാൻ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. അവളുടെ നാടകമൊന്നും ഇനി എന്റെ മുന്നിൽ നടക്കാൻ പോകുന്നില്ല.
അമ്മ. അഖി. ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാ. ഇവിടുത്തെ അടുക്കളയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വിശ്വസിച്ച് കഴിക്കാം. കാശ് കൊടുക്കണമെന്നേ ഉള്ളൂ. കഴിക്കുന്നതിനിടയിൽ അപമാനം, അവഹേളനയും ഒന്നും ഉണ്ടാവില്ല. എല്ലാം കഴിഞ്ഞിപ്പോ അമ്മയ്ക്കായോടാ കുറ്റം? സമാധാനമായിട്ട് പോകുന്ന ഈ വീട്ടില് സകല കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഒരാളാ. ദേ, നീ എന്നെ ഐശ്വര്യൊന്നും മര്യാദ പഠിപ്പിക്കാൻ വരണ്ട. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്ന് നിന്റെ ഭാര്യയ്ക്കറിയാം.